സംശയവും വേണ്ട, കുറയ്ക്കണം. വല്യപ്പച്ചന്റെ മകൻ ലാലിച്ചൻ കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. അതല്ലേ ഞാനീ പറയുന്നേ. വല്യപ്പച്ചന് മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞ പോലെ എനിക്ക് പ്രായമായി, ഞാൻ കുടിയും കുറച്ചു. വല്യപ്പച്ചന്റെ മകനും കുറയ്ക്കണം. നമുക്ക് പറയാവുന്നല്ലാതെ കയ്യെ കയറി പിടിക്കാൻ പറ്റുമോ മോളെ? ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞാൻ ആരാ ഇവിടെ? കുറെ കറുത്ത പട്ടികളുടെ കൂടെ ഒരു വെളുത്ത പട്ടി. എന്തിനാ ചിരിക്കുന്നത്? നിന്റെ വർത്താനം കേൾക്കാൻ നല്ല രസാ. ചില്ലമ്മ ഏതാണ്ട് ഇതുപോലായിരുന്നു. ഓരോ വലിയ കാര്യങ്ങൾ പറഞ്ഞോണ്ട് വരുമ്പോ നമുക്കും ചിരി വരും. എന്നാ പോയിരുന്നു ചിരിച്ചോ. ഓക്കോ. ഞാൻ അവനോട് പറയാൻ കൂടി കുറയ്ക്കണമെന്ന്. വേണ്ട, എല്ലാ ദിവസവും കൂടെ പോയിരുന്ന് കമ്പനി കൊടുത്താൽ മതി. അയ്യോടി പിണങ്ങല്ലേടി മോളെ. നിനക്കൊരു കാര്യം അറിയാം? എന്താ? ഞാനിന്ന് ഒരു സ്മോളേക്ക് അടിച്ചോളൂ. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുക, നിന്നെ പേടിച്ചാണോ കഴിക്കാത്തതെന്ന്. ഞാനേ 2-3 ഒക്കെ കഴിക്കുന്നതാ. എന്നെ പേടിച്ചിട്ടാണോ കഴിക്കാത്ത? അല്ല, നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ. അപ്പോ ലാലിച്ചൻ എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ? ചേടാ, അതിപ്പോ ഇങ്ങനെയായോ? മോള് കിടന്നു, നമുക്കെല്ലാം ശരിയാക്കാം. കിടന്നു. കിടന്നുറയിക്കോ, എല്ലാം ശരിയാവും. ഗുഡ് നൈറ്റ്. ഫോണിലൊരു വിളി. ഒന്ന് കേറി വന്നേ. നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അർജന്റ് ആണോ? ഒന്ന് വന്നേ നീ. വരുവാ. ഓക്കെ. കേറി പോയോ? രാജാവിന് താഴോട്ടിറങ്ങി വരാൻ കാല് വയ്യേ? മുഖതാവിൽ വന്നാല് കാര്യം ബോധിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആയോ അവസ്ഥ? നീ എന്ത് പണിയാ കാണിച്ചത്? ഞാനതിനെന്ത് ചെയ്തെന്നാ? അച്ഛൻ പറഞ്ഞല്ലേ, അമ്മ പ്രശ്നം ഉണ്ടാക്കാൻ പല വഴിയും നോക്കും, കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണമെന്ന്. എന്നിട്ട് അമ്മ പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോ അത്രയും നേരം അച്ഛൻ പറഞ്ഞൊക്കെ നീ അങ്ങ് മറന്നു. ഇപ്പൊ ഞാനാണോ പ്രശ്നക്കാരി? ഞാൻ പറഞ്ഞതിൽ എന്നാ പ്രശ്നം? അമ്മക്ക് ചുമ്മാ വായിക്ക് വരുന്നത് എന്തോ അങ്ങ് പറയാവോ? സഹിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? നീ വഴക്കുണ്ടാക്കിയത് പോരായിട്ട് അതിനകത്ത് അച്ഛനും കൂടെ വലിച്ചിട്ടു. വെറുതെ ആണോ രോഹിയേട്ടാ? അച്ഛനും നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരില് അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ അച്ഛനല്ലേ അമ്മയെ നിയന്ത്രിക്കേണ്ടത്? അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അച്ഛൻ എന്ത് തന്നെ പറഞ്ഞാലും അമ്മ സമ്മതിക്കോ? സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് അമ്മയുടെ അടുത്ത് ന്യായം പറഞ്ഞാലും അമ്മ കേൾക്കൂ? അങ്ങേരോട് വരെ അമ്മ തർക്കിച്ച് നിൽക്കും. ഞാനെന്തായാലും അച്ഛനെ നെരിയേറ്റതാ. അമ്മയുടെ അടുത്ത് എന്ത് പറയുമെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. പറഞ്ഞത് കേട്ടല്ലോ. എന്നിട്ട് അമ്മ അച്ഛന്റെ ആരുമല്ല, അലഞ്ഞു തിരിഞ്ഞ് വീട്ടിൽ കയറി വന്ന പ്രേതമാണ്. അമ്മ ഞെട്ടിത്തകർന്നു പോയി. എന്തായാലും ഇനി ഇതിന് പ്രതികാരമായിട്ട് എന്തേലും പ്രശ്നം ഉണ്ടാക്കും. രോഹിയുടെ നോക്കിക്കോ. എന്നല്ലാതെ. അമ്മയ്ക്ക് നല്ല വിഷമായി പോയി. ഇപ്പൊ നമ്മളും അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങോട്ടും ഇങ്ങോട്ടും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ഒരേപോലെ നോക്കുന്നു. ശരിയാ, നമ്മൾ ഒരുമാതിരി നെഗറ്റീവ് അടുപ്പിച്ചല്ലേ? പിന്നല്ലാതെ.
അച്ഛന് ശരിക്കും ദേഷ്യമൊക്കെ വന്നായിരുന്നു. ഞാൻ നോക്കിയപ്പം അച്ഛന്റെ കണ്ണിൽ തീപ്പൊരി മിന്നുന്ന പോലെ ഒരു ഭാവം. പിന്നെ അച്ഛൻ അത് ആ പറഞ്ഞതിലങ്ങ് ഒതുക്കിയതാ. അച്ഛന് നല്ല വിഷമായിട്ടുണ്ട്. ഞാൻ ചെന്ന് അച്ഛനോടൊരു സോറി പറഞ്ഞാലോ? ഇനി വേണ്ട, അച്ഛൻ കിടന്നു കാണും. കഴിഞ്ഞത് കഴിഞ്ഞു. നീ പോയി കിടന്നുറങ്ങിക്കോ. അലീന ചേച്ചി പറഞ്ഞത് എപ്പോഴും ഓർമ്മ വേണം. ക്ഷമിക്കണം, നല്ലപോലെ ക്ഷമിക്കണം, അത്രയും മാത്രം. രോഹിയേട്ടാ, ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാണെങ്കിലും കാര്യം പറയടി. വേണ്ടതേ. മര്യാദക്ക് പറയടി, എന്തു വന്നേ? ഈ അച്ഛൻ എന്തിനാ വേറെ റൂമിൽ പോയി കിടക്കുന്നേ? അതല്ലേ ഈ പ്രശ്നം അമ്മ ഉണ്ടാക്കുന്നേ? അതിന് അച്ഛൻ്റെതായിട്ടുള്ള വല്ല കാര്യം കാണും. നമുക്ക് അറിയാൻ പാടില്ലാത്ത, അറിയാൻ മേലാത്തൊരു കാരണം. എന്നതാന്ന് പറഞ്ഞാലും അത് ശരിയല്ലാത്തൊരു കാര്യമല്ലേ? അച്ഛൻ മുകളിലത്തെ നിലയിലും അമ്മ താഴത്തെ നിലയിലും, രണ്ട് മുറിയിലും രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ പോലെ. അലീന ചേച്ചിയുടെ കാര്യത്തില് അച്ഛനെ അമ്മ ഒരുപാട് ഹരാസ് ചെയ്തല്ലേ. അതുകൊണ്ടായിരിക്കും അത് അച്ഛന് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്ന എപ്പോഴും ഈ അച്ഛന് യാതൊരു തരത്തിലും അമ്മ റെസ്പെക്ട് കൊടുക്കാത്തതും കുറ്റവും കുറവും കാണുന്നത് മാത്രമാണല്ലോ അമ്മ സ്ഥിരം ചെയ്യുന്നത്. നമ്മുടെ കൂട്ടത്തില് അച്ഛനെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അമ്മയാ. ഇതൊക്കെ ആയിരിക്കും എന്തോ, എനിക്കറിയില്ല. തൽക്കാലം പോയി കിടക്ക്. ഇനിയുള്ള ആലോചന എല്ലാം നാളെ രാവിലെ മതി. ഒരു സമാധാനത്തിന് അലീന ചേച്ചി ഒന്ന് വിളിക്കുക. എന്നാ ഞാൻ പോവാ. കളഞ്ഞല്ലോ. വെളിച്ചം കാണുമ്പോ പേടി വരുന്നതേ മനസ്സിൽ ഇരുട്ടുള്ളവർക്കാ. ആണോ? എനിക്കറിയത്തില്ലായിരുന്നു. പറഞ്ഞു തന്നേനെ, വളരെ നന്ദി. നീ എവിടെ പോയിട്ട് വരുവാ ഈ ഉറങ്ങേണ്ട നേരത്ത്? ഞാൻ രോഹിയേട്ടന്റെ റൂമിൽ പോയതാ. എന്തിനു നീ രാത്രി അവന്റെ റൂമിൽ പോയി? എന്തിനാണെന്നോ? കുറച്ച് ഉണക്കമത്തി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് കൊടുക്കാൻ പോയതാ. നീ പെണ്ണേ, നിന്റെ അധിക പ്രസംഗം എന്റെ അടുത്ത് വേണ്ട. അമ്മ എന്നാ ചോദ്യങ്ങളീ ചോദിക്കുന്നേ? ഞാൻ രോഹിയേട്ടന്റെ റൂമിൽ എന്തിനാ പോയെന്ന്? ഞങ്ങൾക്ക് പല കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു നേരവും കാലവും ഉണ്ട്. പാതിരാത്രിക്കാണോ പ്രായം തികഞ്ഞ പെണ്ണ് കെട്ടാറായി ചെറുക്കൻ കിടക്കുന്ന മുറിയിൽ പോയിരുന്നു ചർച്ച നടത്തുന്നത്? പാതിരാത്രി എന്റെ ആങ്ങളയോട് സംസാരിച്ച എന്നാ കുഴപ്പം? നേരം വെളുത്തിട്ടാവാലോ സംസാരം. രാവിലെ അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ ഇരിക്കുമെന്നല്ലോ, ആണോ? ഞങ്ങൾ കുറച്ചു നേരം ഇന്ന് സംസാരിച്ചപ്പോ എന്നാ പറ്റി? അത് ശരിയല്ലെന്നാ പറഞ്ഞത്. ഏത് ശരിയല്ല? ആങ്ങളെയാണേലും പെങ്ങളാണേലും പ്രായം കഴിഞ്ഞ ഒരു അകലമൊക്കെ പാലിക്കണം. ഞാനും രോഹിയേട്ടനും അകലം പാലിക്കുന്നുണ്ടോന്ന് നോക്കാനാണോ അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയത്? അമ്മ ഇവിടെ ഇല്ലായിരുന്ന രാത്രികളിലൊക്കെ അമ്മ കൊല്ലപ്പള്ളിയിൽ ഇരുന്ന് പൂത കണ്ണാടി വെച്ച് അകലം നോക്കുന്നുണ്ടായിരുന്നോ? ഞാനിവിടെ ഇല്ലാതിരുന്നതിന്റെ പല കുഴപ്പങ്ങളും ഇവിടെ കാണാനുണ്ട്. ഞാൻ രോഹിയേട്ടന്റെ അടുത്ത് പോയി സംസാരിച്ചതാണ് ഏറ്റവും വലിയ കുറ്റം. കൊല്ലപ്പള്ളിയിലെ ആങ്ങളുമാരായിട്ട് അമ്മ എന്തുമാത്രം അകലം വെച്ചിട്ടുണ്ടായിരുന്നു? അതിന്റെ കൃത്യ അളവ് എത്രയാന്ന് പറഞ്ഞാ ഇവിടെ ഞാൻ ആ അകലം പാലിക്കും. കന്നത്തിലും പറഞ്ഞോണ്ടല്ലോ ചെകിടിഞ്ഞ അടിച്ചു പൊട്ടിക്കും. ആദ്യം അമ്മയുടെ മനസ്സിൽ നിന്ന് ആ ദുഷിച്ച വിഴുപ്പൊക്കെ എടുത്തു കളാം. ബാക്കിയുള്ളവർക്ക് മാറും. പോടി എന്റെ മുമ്പീന്ന്. ഏതോ ആങ്ങളുടെ കയ്യിൽ നിന്ന് എന്തോ പണി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ. നീ എന്നാടി പറഞ്ഞേ? പറഞ്ഞപ്പോ അങ്ങ് കേൾക്കണമായിരുന്നു.
അലീന ചേച്ചി. കിടന്നായിരുന്നോടി? എന്നെ എടുക്കുക? ഞാൻ ദേ അലീന ചേച്ചി വിളിക്കാൻ തുടങ്ങിയിട്ട് ഉറങ്ങിക്കാണോന്ന് വിചാരിച്ച് മേശയിലോട്ട് വെച്ചതും കോള്. ഇതെന്നാ മാജിക്കാ? മാജിക് ഒന്നും അല്ല, ഇപ്പഴാ ഞാൻ ഫ്രീ ആയ. അപ്പൊ പറ, ഇത്ര തിരക്കെന്തായിരുന്നു? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എല്ലാവരുമായിട്ട് സെറ്റായോ? ഇവിടെ ഇന്നലെ വരെയുള്ള വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞതല്ലേ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. കൊറേ നേരം ഓരോരുത്തരോട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്ന് ചോദിച്ചു പഠിക്കുമായിരുന്നു. ജോലിക്ക് പോയോ അപ്പോ? ആ, പോയി. ചേച്ചിക്ക് അവിടുത്തെ ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് വരുന്നു. ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രമുള്ള പണിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഭയങ്കര ഹാർഡ് വർക്ക് ആവശ്യമുള്ള ജോലിയാണോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നുന്നത് നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരുമെന്നാ. എന്നാലും നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റുന്ന പോലെ ഒക്കെ ശരിയാക്കാൻ നോക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണമെന്നാണല്ലോ. അത് ശരിയാ. ഇന്ന് ഒരുപാടൊന്നും ചെയ്യാനും ഇല്ല. അതിന്റെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പെട്ടിരിക്കുക. ചിലപ്പോ ഒന്നും ചെയ്യാൻ കാണത്തില്ല, ചിലപ്പോ കാണും. ഈ ഒന്നും ചെയ്യാതിരിക്കുന്നതാ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനെ ഒരു കാര്യം ചെയ്താ മതി. ഒരു 25 ഉണ്ടങ്കല്ല് പെറുക്കിക്കൊണ്ട് വന്ന് മേശക്കകത്ത് വെക്കണം. എന്നിട്ട് അതിന്ന് ഓരോന്ന് പെറുക്കി പെറുക്കി മേശയുടെ താഴെ വെക്കണം. 25 താഴെ വെച്ച് കഴിയുമ്പോ പിന്നെ ഓരോന്നെടുത്ത് മേശക്കകത്ത് തിരിച്ചു വെക്കണം. ഇങ്ങനെ ചെയ്താലേ കുനിഞ്ഞു നിവർന്നും ഒരു എക്സസൈസും ആവും, ജോലിയും ആവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അയ്യടി, ഭയങ്കര ഐഡിയ തന്നെ. ഇത് എവിടുന്ന് പഠിച്ചു? അതൊക്കെയുണ്ട്, പറയാനൊന്നും പറ്റില്ല. ശരി, ആയിക്കോട്ടെ. അതെ, ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ അഡ്രസ്സും തരണേ. എന്തിനാ? എനിക്കൊന്ന് കാണണമെങ്കിൽ നേരെ ഇത് നോക്കി അങ്ങ് വന്നാ പോരെ? അഡ്രസ് അച്ഛനോട് ചോദിക്ക. അച്ഛന് കറക്റ്റ് ലൊക്കേഷനും അറിയാം. അച്ഛനോട് ചോദിക്കുന്ന എന്നാത്തിനാ? എനിക്ക് എന്റെ പൊന്നു ചേച്ചിയുള്ളപ്പോ മര്യാദക്ക് തരുന്നതാ നല്ലത്. ഇല്ലെങ്കിലേ ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചു വരും. അതെങ്ങനെ? ഫോട്ടോയും കൊണ്ടേ നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. ഈ ഫോട്ടോയിൽ കാണുന്ന അലീന എന്ന യുവതി മിസ്സിംഗ് എന്ന് പരാതി കൊടുക്കും. ബാക്കി പണിയെ അവരങ്ങ് എടുത്തോളൂ. എടി ഭയങ്കരി, നീ കൊള്ളാലോ. നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കേറ്റു. രോഹിത്തും കൃഷ്ണമോളും എന്തേ? അവരൊക്കെ കിടന്നോ? കൃഷ്ണ കിടന്നു, രോഹിയേട്ടൻ കിടന്നു കാണുമായിരിക്കും, അറിയത്തില്ല. അതെന്നാ അറിയാത്തത്? കിടക്കുന്നതിന് മുന്നേ ഉള്ള ഗുഡ് നൈറ്റ് പറച്ചിലൊക്കെ നിർത്തിയോ? ഇങ്ങനെയാണ് ഗുഡ് നൈറ്റ് പറച്ചിൽ പോയിട്ട് ഒരുമിച്ച് ഇരിക്കാൻ പോലും അമ്മ സമ്മതിക്കത്തില്ല എന്നുള്ള അവസ്ഥയായി. അതെന്ത് പറ്റി? ഇന്നവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവിടെ പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അച്ഛന്റെ കൂടെ നിൽക്കുന്നത് പൊളിക്കണം. അതാ ഇപ്പൊ അമ്മയുടെ ലക്ഷ്യം. അതിനു വേണ്ടി പഠിച്ച പണി 18 അമ്മ പയറ്റുന്നുണ്ട്. അതിനെന്താ, മാഡത്തിന്റെ ടൈം ടേബിൾ അനുസരിച്ച് എല്ലാം ചിട്ടപ്പെടുത്തണം. നമുക്ക് കാര്യം നടന്നാ പോരെ? അമ്മയ്ക്ക് അലീന ചേച്ചിയോടുള്ള വാശിക്ക് ഞങ്ങൾ അടുക്കളയിൽ പോലും കയറ്റുന്നില്ല. ഇപ്പൊ പുതിയ സെർവന്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്നേ. അതൊന്നും നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതേ. നിങ്ങളോടല്ലല്ലോ ദേഷ്യം, എന്നോടല്ലേ. മാഡത്തിനോട് വഴക്കിനൊന്നും നിൽക്കണ്ട. പിന്നെ ഇന്നിവിടെ വഴക്കുണ്ടായി ഞാൻ കാരണം. അതെന്തിനാ വഴക്കുണ്ടായ? അമ്മയുടെ ഇവിടുത്തെ ഭരണം പിടിക്കൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. അച്ഛൻ ഞങ്ങളെ കൊണ്ട് സമാധാനിപ്പിക്കാൻ പുറത്തു കൊണ്ട് ഫുഡൊക്കെ വാങ്ങി തന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അമ്മ വഴക്ക് തുടങ്ങി. അമ്മ പറയുന്നത് കേട്ട് എനിക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ അച്ഛനോട് അമ്മേനെ അടക്കി നിർത്താൻ പറഞ്ഞു. അച്ഛൻ അതിന് മറുപടിയും പറഞ്ഞ് കേറിപ്പോയി. അമ്മ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുന്നുണ്ട്. ഓട്ടെ, സാരമില്ലെന്നേ. നീ മനസ്സ് കൈവിടാതിരുന്നാ മതി. ഈ പ്രശ്നം കഴിഞ്ഞ് രോഹിയേട്ടൻ എന്നെ മുറിയിലോട്ട് വിളിച്ചു. ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ താഴോട്ട് വരുമ്പോ കോണിപ്പടിക്ക് താഴെ അമ്മ ഒരുമാതിരി എന്തോ കള്ളത്തരം കാണിക്കുന്നത് പിടിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. എന്നിട്ട് ഒരുമാതിരി ചോദ്യവും പറച്ചിലും കേട്ടാ തോന്നും അവിടെ എന്തോ ഞങ്ങള് മോളെ എന്തോ മോശമായിട്ട് സംസാരിച്ചെന്നറിയോ.
അമ്മ എന്താ ഇങ്ങനെയൊക്കെ? രോഹിയേട്ടൻ എന്തോ ഭാഗ്യത്തിന് കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ രോഹിയേട്ടൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു അമ്മ ഓർക്കണ്ടേ? ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്ന് റിക്കവർ ആയി വന്ന ആളാ. ഇതെങ്ങാനും കേട്ടായിരുന്നെങ്കിലോ? അമ്മ രോഹിയേട്ടനെ ഒരു മുൻവിധി കൊണ്ട് കാണുമെന്നല്ലേ ഓർക്കൂ. ഒരു കാര്യമുണ്ട് ചേച്ചി, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഇങ്ങനെ മറ്റൊരാളെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുന്നതിന് ഒരു മടിയില്ല. അമ്മ ആരെങ്കിലും പറഞ്ഞാ അത് സഹിക്കാനും പറ്റത്തില്ല. പറയുന്ന കേട്ടാ തോന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളാന്നാ. ഇതുവരെ അമ്മ എവിടെയായിരുന്നു? നീ പറഞ്ഞു കഴിഞ്ഞോ? മാഡം നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും അല്ലെന്നാ ഇങ്ങനെ പറയുന്നത്. ഈ അടക്കി ഭരിക്കാൻ ആഗ്രഹമുള്ളവരുടെ ഒരു തന്ത്രം ഭിന്നിപ്പിച്ച് ഭരിക്കാന്നുള്ളത്. നിങ്ങൾ 4 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോ മാഡത്തിന് തോന്നും മാഡം ഒറ്റയ്ക്കാണെന്ന്. മാഡത്തിന് ജയിക്കണമെങ്കിൽ അച്ഛനും നിങ്ങൾ 3 പേരും ചേർന്നുള്ള കൂട്ടുകെട്ട് പൊളിക്കണം. ഇപ്പൊ ഒരു തീപ്പൊരി ഇടാൻ നോക്കിയില്ലേ നിങ്ങളുടെ മനസ്സില്? അതുപോലെ ഇനിയും ശ്രമങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ പയ്യെ മാഡത്തെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിലാക്കണം. നടന്നു തന്നെ. എന്നാലും ഇങ്ങനെ മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്ത് സുഖം കിട്ടുമെന്നാ? അതൊക്കെ അധികാരം പിടിച്ചെടുക്കാനുള്ള മാഡത്തിന്റെ ശ്രമമായിട്ട് കണ്ടാ മതി. അധികാരം സ്നേഹിച്ച് നടത്തിയെടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെ? അമ്മയ്ക്ക് എപ്പോഴും ജയിക്കണം. അമ്മയുടെ ഇഷ്ടം നടക്കണം. അമ്മയ്ക്ക് മാത്രം സന്തോഷം. അച്ഛൻ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അച്ഛന്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയും കൊടുത്തിട്ടില്ല. അന്ന് നിങ്ങൾ മാഡത്തിന്റെ സൈഡ് അല്ലായിരുന്നു. ഇല്ലെങ്കിൽ അതെല്ലാം ഞങ്ങൾ കേൾക്കേണ്ടി വരും. എന്ത് നല്ലത് ചെയ്താലും കുറ്റമായി പറയൂ. പിന്നെ ഒരു എസ്കേപ്പിന് വേണ്ടി ഒരു സർവൈവൽ ട്രിക്ക് പോലെ അമ്മ പറയുന്നത് മാത്രം കേട്ടു തുടങ്ങി. ഇനി അങ്ങനെ നിന്നു കൊടുക്കരുത്. ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിൽ അത് വിട്ടുകൊടുക്കരുത്. ഇല്ലെങ്കിൽ ആരോടും ഒന്നിനോടും നമുക്ക് നീതി കാണിക്കാൻ പറ്റത്തില്ല. നീ നേരത്തെ പറഞ്ഞില്ലേ മാഡത്തിന് മുന്നിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാഡത്തെ അനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നത്. അതുപോലെ എപ്പോഴോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കും എല്ലാവരോടുള്ള ഈ യുദ്ധം. സ്നേഹവും ത്യാഗവും കൊണ്ട് നമ്മൾ പിടിച്ചു നിന്ന് മാഡത്തെ നമ്മുടെ അടുത്തേക്ക് വരുത്തണം. മാഡത്തിനോട് വഴക്കിന് പോവണ്ട. ഇങ്ങോട്ട് വരുന്നത് കെട്ടിയേൽക്കാൻ വേണ്ട. എന്തോ ഇതൊന്നും ശരിയാൻ പോണില്ല അലിനി ചേച്ചി. എനിക്കൊരുമാതിരി വയ്യായിക്ക് തോന്നുക. എന്തിന്? അയ്യേ, ഞാനില്ലേടി മോളെ നിന്റെ കൂടെ. എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞോ. നിനക്കെന്നെ കാണണമെങ്കിൽ ഒരു കോള് വിളിച്ചാ മതി. ഞാനങ്ങ് ഓടി വരത്തില്ലേ? വീട്ടിലല്ല, കോളേജിലോ ടൗണിലോ എവിടെ വേണമെങ്കിലും. മോളെ, നീ എന്താ മിണ്ടാത്തെ? ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് വിഷമാണോ? എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ തോന്നുക. സാരമില്ല, നീ ഇപ്പൊ കിടക്കുവാണോ? അല്ല. പോയി കിടന്നേ. ഞാൻ പിന്നെ കിടക്കാം. കിടക്ക് പെണ്ണെ, മര്യാദക്ക്. കിടന്നു. ഞാനും നിന്റെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. നിന്നെ മുറുകെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും ആലോചിക്കാതെ ഉറങ്ങിക്കോ. വെക്കല്ലേ? ഇല്ലെന്നേ, ഉറങ്ങിക്കോ. ഉറങ്ങിക്കോട്ടോ.